ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റേറിയൻ കപ്പ ബിരിയാണിയാണ്. നല്ലൊരു നോൺ വെജ് കപ്പ ബിരിയാണിയുടെ അതേ രുചിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റുള്ളൊരു കപ്പ ബിരിയാണിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹോം മെയ്ഡ് മസാലയാണ്. ആ ഒരു മസാലയാണ് ഇതിന് ഈ രുചി കൊടുക്കുന്നത്. അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. കപ്പ ചീനി, മരച്ചീനി എന്നൊക്കെ പറയാറുണ്ട്. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ചധികം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുക. കുറച്ചധികം വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കാം. നേരത്തെ ഞാനൊരു കപ്പപ്പുഴുക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് അത് വേവിച്ചെടുക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കപ്പ റെഡിയാവുമ്പോഴേക്കും മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാൻ 15 ഏലക്കായ നന്നായി ചൂടായ ഒരു പാനിലേക്ക് ചേർക്കാം. ഒരു 4 ഇഞ്ച് കനത്തിലുള്ള പട്ട ചേർക്കാം. 15 ഗ്രാമ്പൂ ചേർക്കാം. ഒരു തക്കോലം ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. കൂടെ തന്നെ ഒരു ബേ ലീവ്സ് ഉണ്ടെങ്കിൽ ചേർക്കാം. ഒരുപാട് ചേർക്കണ്ട, ഒന്ന് മാത്രം ചേർത്താൽ മതി. ഇത് വളരെ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയാണ്. മല്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർത്തത് കൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്തത്. മല്ലിയാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 3 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. പൊടി ചേർക്കുന്നവർ വളരെ ചെറിയ തീയിൽ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇത് ആറിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അരിഞ്ഞു പോവാതെ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കണം. കപ്പ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ എടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള 2 വലിയ സവാളയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ചധികം സവാള ചേർത്ത് കൊടുക്കുക. സവാള നല്ലതുപോലെ ചോപ്പ് ചെയ്യുക. സവാള ഒന്ന് നന്നായി വഴണ്ട് വരാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഓൾറെഡി കപ്പയിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി, 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക, ആ ഒരു റോസ് സ്മെല്ല് പോകുന്നത് വരെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവുള്ള മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ പൊടികളുടെ പച്ചമണം എല്ലാം മാറണം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയാണ് ചേർക്കേണ്ടത്. ഏകദേശം ഒരു 3/4 കിലോ കപ്പയ്ക്ക് 1.5 ടീസ്പൂൺ മസാലയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ പൊടിച്ചെടുത്ത മസാല ആയതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണത്. അപ്പോൾ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. സാധാരണ കപ്പ ബിരിയാണി ഉടച്ചു കൊടുക്കില്ലേ, കപ്പ നല്ലോണം വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങ് ഉടച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. കൂടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങ ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം. പക്ഷേ തേങ്ങ ചേർക്കുന്നതിനെക്കാട്ടിലും ഇതാണ് ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് അടച്ച് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചാൽ ഇത് നന്നായിട്ട് അതിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ നോൺ വെജിനേക്കാട്ടിലും നല്ല ടേസ്റ്റിൽ നമുക്ക് വെജ് കപ്പ ബിരിയാണി റെഡിയാക്കിയെടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു മസാല തന്നെ ഇതിലേക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുക. മസാല മാറുന്തോറും ടേസ്റ്റ് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മസാല ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കറികളും റെഡിയാക്കിയെടുക്കാം. സാധാരണ ബീഫ് കറി, അതുപോലെ കടലക്കറിക്കൊക്കെ ഈ മസാല ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.